വാർത്തയിലേക്കാണ്. KPCC പുനഃസംഘടന വൈകും. ചർച്ചകൾ സമവായത്തിലെത്തിയില്ല. പുനഃസംഘടനയ്ക്ക് പൊതുമാനദണ്ഡം വേണമെന്ന് ഹൈക്കമാൻഡ്. ഗ്രൂപ്പ് അടിസ്ഥാനം ഒഴിവാക്കണമെന്നും നിർദ്ദേശം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിവരങ്ങൾ. KPCC പ്രസിഡന്റിനെ നിയമിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ KPCC ഭാരവാഹികളെ കൂടി നിയമിക്കണം എന്നായിരുന്നു AICCയുടെ നിർദ്ദേശം. അത് ഇതുവരെയായും സംസ്ഥാനത്ത് നടപ്പിലായില്ല. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. 3 വട്ടം ചർച്ച നടത്തിയെങ്കിലും ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പട്ടിക വൈകാൻ കാരണമെന്ന് പറയുന്നു. കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ വേണ്ട എന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് ഒപ്പം മറ്റൊരു മാനദണ്ഡം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ജനകീയരായ നേതാക്കളെ ആയിരിക്കണം KPCC ഭാരവാഹികളായി കൊണ്ടുവരേണ്ടത്. ഒപ്പം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിലും അവരുടെ ജനകീയത കൂടി കണക്കാക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ KPCC ഭാരവാഹി പട്ടിക വൈകുന്നതെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. അതിന് പട്ടിക വൈകുന്നതിൽ വലിയ തരത്തിലുള്ള രോഷമാണ് അണികൾക്കുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഏത് വിധേനയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും നിയമസഭ പിടിച്ചെടുക്കാനുള്ള കഴിവ് പാർട്ടിക്കുണ്ട്. എന്നാൽ പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ പിടിപ്പുകൾ കൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി KPCC ഭാരവാഹി പട്ടിക വൈകുന്നതെന്നാണ് അണികളിലെ ഒരു പരസ്യമായ പരാതി. ഒരു പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ പട്ടിക നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ KPCC നേതാക്കന്മാരും പങ്കുവെക്കുന്നുണ്ട്. അതേസമയം KPCC ഭാരവാഹി പട്ടികയ്ക്കൊപ്പം തന്നെ DCC ഭാരവാഹികളുടെ നിയമനവും പൂർത്തിയാക്കണം. 7 DCC ഭാരവാഹികളെ ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് KPCCയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും ഇതുവരെയായും നടന്നിട്ടില്ല. നിലവിൽ ഇടുക്കി, വയനാട് ജില്ലകളിലെ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഒരു സമവായത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ പുതിയ ഭാരവാഹികളെ നിയമിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പങ്കുവയ്ക്കുന്നത്. ഒന്നും കൂടെ പറ. ഡി ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.